മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ ATM-ൽ പണം എടുക്കാൻ എത്തിയ ഒരാൾ അവിടെ ഷോക്കേറ്റ് മരിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നുവല്ലോ, അതെന്താണ് സംഭവിച്ച റഹീസ്? ഉന്മേഷ്, ചെന്നൈ മണ്ണടിയിലാണ് ഇത്തരത്തിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ATM കൗണ്ടറിലേക്ക് പണം എടുക്കാൻ പോവുക ഒരു അയൽ സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. ഇയാൾ ഉച്ചയ്ക്ക് ശേഷം സുഹൃത്തുക്കളോട് പറഞ്ഞതിന് ശേഷം അടുത്തുള്ള ATM-ലേക്ക് പോവുകയായിരുന്നു. നമ്മൾ ഇന്ന് വൈകിട്ട് ഏതാണ്ട് ലൈവ് നൽകിയത് ഈ പ്രദേശത്ത് നിന്നാണ്, ഈ മണ്ണടി പ്രദേശത്ത് അതിനടുത്ത് നിന്നാണ്. അവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കാരണം ഈ മെട്രോയുടെ ജോലി നടക്കുന്നതിനാൽ ഈ പ്രദേശത്തൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളം ഉയരുകയും ഇത് ATM-ലേക്ക് ഈ വെള്ളം കയറിയിരുന്നു. ഇയാൾ ATM-ലേക്ക് കടക്കുമ്പോഴാണ് ഇയാൾക്ക് ഷോക്ക് അടിച്ചത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. ഒരു യുവാവാണ്, അയൽ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരു യുവാവാണ്. അപ്പോൾ ഒരു മരണം, ഇത്തരത്തിൽ ദാരുണമായൊരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. ഫെഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 6 മണിക്കൂറായി 7 കിലോമീറ്റർ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി വരുന്നു. ചെന്നൈയിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത് എന്ന് കൂടി പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ തുടക്കം മുതൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ വരികയാണ്. കാര്യം അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ, എങ്ങനെ നോക്കിയാലും ഇനിയും നിലവിലുള്ള സാഹചര്യം പരിഗണിച്ച് എത്ര കിഴിച്ചാലും ഏറ്റവും കുറഞ്ഞത് ഒരു 9 മണിക്കൂറെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 9 മണിക്കൂറെങ്കിലും തമിഴ്നാട് തീരം തൊടാൻ ഇനിയും ഫെഞ്ചൽ ചുഴലിക്കാറ്റിന് വേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത്രയും സമയം കൂടി നോക്കുകയാണെങ്കിൽ ഇന്ന് അർദ്ധരാത്രി അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി ചേർന്ന് ഏതാണ്ട് ഒരു 12 മണിക്കും 3 മണിക്കുമൊക്കെ ഇടയിലായിരിക്കും ഫെഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടുക എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. 90 കിലോമീറ്റർ അകലെയാണ്. നേരത്തെ അവസാനം നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ഏതാണ്ട് ഒരു 4 മണി 5 മണിക്കിടയിലുള്ള അപ്ഡേറ്റ് ആയിരുന്നു. 5 മണിക്കിടയിൽ വന്ന ഒരു അപ്ഡേറ്റിൽ 100 കിലോമീറ്റർ എന്ന് പറഞ്ഞിടത്തു നിന്നും ഇപ്പോൾ അത് 90 കിലോമീറ്ററായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനിടയിൽ 10 കിലോമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കണക്ക് കൂട്ടി പറയാം. കൃത്യമായ ആധികാരികമായ കണക്കല്ല, പക്ഷേ ഒരു 1.5 മണിക്കൂറിനിടയിൽ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിനിടയിൽ ഇത്രയുമാണ് സഞ്ചരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇനിയും ഒരു 9 മണിക്കൂറൊക്കെ ഒരു പക്ഷേ എടുത്തേക്കാം. ഇത്രയും ദൂരം കൂടി സഞ്ചരിച്ച് തമിഴ്നാടിൻ്റെ തീരത്തേക്ക് എത്തി കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ പോണ്ടിച്ചേരിയോട് ചേർന്ന്, അതായത് കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാണ്, പക്ഷേ അത് പോണ്ടിച്ചേരിയോട് ചേർന്ന ഒരു പ്രദേശത്താവും കര തൊടുക. അങ്ങനെയാണ് എങ്കിൽ അത്രയും സമയമെടുക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, നമ്മളുടെ മുന്നിലുള്ള ഒരു ത്രെറ്റാണ് എങ്കിൽ അത് എത്രത്തോളം അത് ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം പ്രജിൻ കാണിച്ചതുപോലെ, ഒപ്പം തന്നെ ബാക്കിയുള്ളവർ പറഞ്ഞതിന് ഇതിലൊരു കൃത്യമായ വസ്തുതയുണ്ട്. വിൻഡ് ഷിയർ പ്രതിഭാസം മൂലം, അതായത് കാറ്റിൻ്റെ കൺവെർജൻസും ഡൈവേർജൻസും മൂലം, അതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നൊരു വിശദീകരണം. ഒരു കൃത്യമായി കൺവെർജൻസ് ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുകയുള്ളൂ. പക്ഷേ അത് കൃത്യമായിരുന്നില്ല. അത് ഇപ്പോഴും കൃത്യമല്ല എന്ന് തന്നെയാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനയും. അതപ്പോൾ എപ്പോൾ തീരം തൊടും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല.